എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജീവിത തിരക്കുകളിലേക്ക് മടങ്ങിയെത്തി എന്ന് കരുതുന്നു. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ ഓണത്തിൻ്റെ നമ്മൾ നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പമുള്ള ആ നല്ല നല്ല ദിനങ്ങളും നല്ല നിമിഷങ്ങളും ഒക്കെ മനസ്സിലുണ്ടാവൂലേ. അപ്പോൾ ഞാൻ ഇത്തവണ വായിക്കാൻ തുടങ്ങുന്നതും അങ്ങനെയൊരു ഓർമ്മകളാണ്. എൻ്റെ സഹപാഠി മഞ്ജു ബാലയുടെ ഓർമ്മക്കുറിപ്പുകളിലെ ഓണത്തെക്കുറിച്ചുള്ള അവളുടെ ഓർമ്മകളാണ് ഇത്തവണ ഞാൻ പങ്കുവയ്ക്കുന്നത്. അവൾ ഒരു 3 വർഷത്തെ ഓർമ്മകളാണ് FB-യിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. നിങ്ങൾ ആകാംക്ഷയോടെ സ്നേഹത്തോടെ കേൾക്കുമെന്ന പ്രതീക്ഷയിൽ. അവളുടെ ഓർമ്മക്കുറിപ്പുകൾ ആദ്യത്തേത് 4 സെപ്റ്റംബർ 2022 എഴുതിയതാണ്. ഓണാഘോഷത്തിന് പിന്നിൽ ഒരുപാട് കഥകളും മിത്തുകളും എല്ലാം ഉണ്ടെങ്കിലും ഓണം കൂട്ടുചേരലിൻ്റെയും ഒരുമയുടെയും ആഘോഷമെന്നാണ് എന്നും എൻ്റെ തോന്നൽ. ലോകത്തെവിടെയുമുള്ള മലയാളി സ്വന്തം വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ എവിടെയാണോ അവിടം കേരളമാക്കുന്നു. ഈ ഒത്തൊരുമയ്ക്കുപരി ഓണം പരമ്പരാഗത ഭക്ഷണങ്ങളുടെയും പുതുവസ്ത്രങ്ങളുടെയും കൂടി ആഘോഷമാണ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു ഓണക്കോടി ഇന്നും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. ഓണം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ 75% കുട്ടികളും ഓണക്കോടി ഉടുത്താണ് സ്കൂളിൽ വരിക. അന്ന് പെരുമ്പളം സ്കൂളിൽ യൂണിഫോം സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നും കളർ ഡ്രസ്സുകൾ ധരിച്ചു. എൻ്റെ വീട്ടിൽ ഓണക്കോടി വാങ്ങുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. സ്കൂൾ തുറക്കുമ്പോൾ 2-3 ജോഡി വസ്ത്രങ്ങൾ വാങ്ങും. പിന്നെ ഓണത്തിന് വാങ്ങലില്ല. ഓണം മാത്രമല്ല, എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാവരുടേതിൽ നിന്നും വ്യത്യസ്തമായ സംഗതികളായിരുന്നു വീട്ടിൽ. സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായോ ചിന്താഗതിയുടെ ഭാഗമായോ സമൂഹത്തിൽ എന്ത് നടക്കുന്നു അത് തന്നെ തുടർന്നില്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്ന ഭയം ഇല്ലാതിരുന്നത് കൊണ്ടോ ആവാം അത്. ഓണം എന്നാൽ ആഘോഷമായ സദ്യയും വരുന്നവർക്കൊക്കെ കൊടുക്കാൻ മാത്രം ഉപ്പേരി, ശർക്കര വരട്ടി, നെയ്യപ്പം, മധുരസേവ, പക്കവട തുടങ്ങിയ പലഹാരങ്ങളുടെ ധാരാളിത്തം, വിവിധ തരം പായസങ്ങൾ ഒക്കെയായിരുന്നു വീട്ടിലെ ഓണം. പക്ഷേ എനിക്ക് ഓണക്കോടി ഇല്ലാത്തത് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും മറ്റുള്ളവർക്ക് ഓണക്കോടി ഉണ്ടാവുകയും എനിക്കില്ലാതിരിക്കുകയും ചെയ്യുന്നത് വലിയ കുറച്ചിലായി അനുഭവപ്പെട്ടു. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഓണക്കോടി വേണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചു. അമ്മ അച്ഛനോട് പറഞ്ഞു കാണണം. അക്കരെ തെക്കൻ പറവൂര് പോയി പെരുമ്പളത്തുകാരൻ്റെ സയോമ എന്ന പേരുള്ള തുണിക്കടയിൽ നിന്ന് ഓണക്കോടി വാങ്ങാൻ അച്ഛൻ അമ്മയോട് പറഞ്ഞു. സാധാരണ എറണാകുളത്ത് ജോസ് ബ്രദേഴ്സിൽ നിന്നാണ് അച്ഛൻ വീട്ടിലേക്കുള്ള ഡ്രസ്സുകൾ വാങ്ങുക പതിവ്. എവിടെന്നെങ്കിലും ആകട്ടെ ഓണക്കോടി ഉണ്ടായാൽ മതി എന്ന് എനിക്കും തോന്നി. അമ്മയുടെ കൂടെ ഞാനും പോയി. പാവാടയും ഷർട്ടും തയ്ക്കാൻ തുണി വാങ്ങി. 11 വയസ്സുകാരായ പെൺകുട്ടികളുടെ ആ കാലഘട്ടത്തിലെ വേഷം അതായിരുന്നു. അവിടെ തന്നെ മോഹൻ ചേട്ടന്റെ കടയിൽ തയ്ക്കാനും കൊടുത്തു. ചേട്ടന്മാരും ചേച്ചിയും കോളേജിലാണ് അപ്പോൾ പഠിക്കുന്നത്. അനുജന്മാർ പ്രൈമറി ക്ലാസ്സിലും. ഓണമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സന്തോഷവും തോന്നിയില്ല. കുഞ്ഞന്മാർ രണ്ടും പഴയ ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ശാഠ്യം പിടിക്കലിന്റെ അനൗചിത്യം എന്നെ വല്ലാത്ത കുറ്റബോധത്തിലും ലജ്ജയിലും ആഴ്ത്തിക്കളഞ്ഞു. ഞാൻ ഒഴികെ ആരും ഇതുപോലെ ഒരു കാര്യം വീട്ടിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യത്തിന് ഡ്രസ്സുകൾ ഉണ്ട് താനും. അവരെക്കാളുമൊക്കെ നിസ്സാരയായിപ്പോയി ഞാൻ എന്നത് മനസ്സിനെ വല്ലാതെ പീഡിപ്പിച്ചു. പിന്നീട് ഒരിക്കലും ഓണക്കോടിക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ശാഠ്യം പിടിച്ചിട്ടേയില്ല. ചേട്ടനും ചേച്ചിക്കുമൊക്കെ ജോലി കിട്ടിയിട്ടും ശീലമില്ലാത്തത് കൊണ്ടാവും അവർ ഓണക്കോടി വാങ്ങുക പതിവ് തുടങ്ങിയതുമില്ല. പക്ഷെ ഓണക്കോടി എന്ന ഭ്രമം എന്നെ ഒരിക്കലും വിട്ടൊഴിഞ്ഞു പോയില്ല. വീട്ടിൽ അങ്ങനെയൊരു പതിവില്ലാതിരുന്നിട്ടും
ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ എൻ്റെ അമ്മയ്ക്കും അമ്മായി അമ്മായി അച്ഛനും ഒക്കെ ഓണക്കോടി വാങ്ങി നൽകാൻ തുടങ്ങി. പിന്നെ പതിയെ മക്കൾക്കും അവരുടെ പ്ലേ സ്കൂളിലെ ആയമാർക്കും ഭർത്താവിനും ആങ്ങളമാർക്കും എന്ന രീതിയിൽ വിപുലീകരിച്ചു. പിന്നെ അവരുടെ മക്കൾക്കും എന്ന രീതിയിലൊക്കെ വീണ്ടും വികസിച്ചു. എങ്കിലും അച്ഛന് ഒന്നും വാങ്ങി നൽകാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം ഒരിക്കലും തീരാതെ ഘനീഭവിച്ച് മനസ്സിലുണ്ട്. സ്വന്തമായി എത്ര എണ്ണം വാങ്ങിയാലും ആരെങ്കിലും വാങ്ങിത്തരുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെ. പക്ഷെ എനിക്കാരും ഓണക്കോടി വാങ്ങി നൽകുന്നില്ല എന്ന ഖേദം പിന്നെയും തുടർന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഓണക്കോടികളുടെ പ്രളയം. എൻ്റെ നാത്തൂന്മാർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. അവർ എന്നും ഐശ്വര്യമുള്ളവരായി തുടരട്ടെ. കിട്ടുന്നത് പോലെ തന്നെ സന്തോഷമാണ് കൊടുക്കുന്നത്. എന്നും അതിനു കഴിയണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. ഇതാണ് അവൾ ആദ്യമായിട്ട് 2022 പങ്കുവച്ചിരിക്കുന്ന ഓണത്തിന്റെ ഓർമ്മകൾ. ഇനി അടുത്തത് ഗ്രാമത്തിന്റെ ഓണം. അത് എഴുതിയിരിക്കുന്നത് 29 ഓഗസ്റ്റ് 2023. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഉത്രാട രാത്രിയായി. പക്ഷെ പെരുമ്പളത്തെ വീട്ടിൽ ഞാനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് മുറ്റമടിക്കുകയായിരിക്കും. ഉത്രാടത്തിന്റെ അന്ന് രാത്രി തന്നെ മുഴുവൻ മുറ്റവും അടിച്ച് വൃത്തിയാക്കും. ഓണക്കാലത്ത് മുറ്റത്തിന് അല്പം നീളവും വീതിയും കൂടും. മുറ്റം ചെത്തി വൃത്തിയാക്കി ചെറിയ വരമ്പ് കൊടുത്ത് പടിക്കലോളം ഒരു വഴിയും ഉണ്ടാക്കും, മാവേലിക്ക് സുഖമായി വീട്ടിലേക്ക് എത്താൻ. തിരുവോണത്തിന് മാവേലി വരുന്നത് എപ്പോഴെന്ന് അറിയില്ലല്ലോ. അതിരാവിലെയാണ് എത്തുന്നതെങ്കിൽ വരുമ്പോൾ ചൂലുമായി നിൽക്കാതിരിക്കാൻ തലേ ദിവസം രാത്രിയേ ഉള്ള ഈ മുറ്റം വൃത്തിയാക്കൽ ബാല്യകാലം മുതൽ കല്യാണം വരെ അതെന്റെ ജോലിയായിരുന്നു, എന്റെ സന്തോഷവുമായിരുന്നു. പൂക്കളമിടാൻ ഒരിക്കലും അമ്മ അനുവദിച്ചിട്ടില്ല. ഓണത്തപ്പനെ വയ്ക്കലും പൂവട നേദിക്കലും ഒന്നും പറ്റില്ല, അതുകൊണ്ട് പൂക്കളം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അയൽപക്കത്തും ചില വീടുകളിലെ പൂക്കളമിടൽ ഉള്ളൂ, അതും പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന പൂക്കൾ കൊണ്ട്. ഇന്നത്തെ പോലെ പൂക്കൾ വാങ്ങി പൂക്കളം ഇടുന്ന പതിവ് അന്ന് എവിടെയും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ തുടങ്ങിയിരുന്നില്ല. പക്ഷെ എല്ലാ വീടുകളിലും ഭക്ഷ്യവിഭവങ്ങളുടെ ധാരാളിത്തം ഉണ്ടായിരുന്നു. ആ സമയത്ത് പരിസരത്തിനാകെ ഭക്ഷ്യവിഭവങ്ങളുടെ സുഗന്ധമായിരിക്കും. എനിക്കോണം വാർഷിക പതിപ്പുകളുടേതു കൂടിയായിരുന്നു പണ്ട്. വാർഷിക പതിപ്പുകളിൽ ധാരാളം കഥകൾ ഉണ്ടാകും. അതെല്ലാം ഒന്നൊഴിയാതെ വായിച്ചിരുന്നു. ഇപ്പോൾ 2 വാർഷിക പതിപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ കാലങ്ങളായി ഒന്നോ രണ്ടോ കഥയോ കവിതയോ വായിച്ചാലായി. പക്ഷെ അത് വാങ്ങുന്നത് ഒഴിവാക്കാനും കഴിയില്ല. ചില ശീലങ്ങൾ അങ്ങനെയാണ്. പിന്നെ ശ്രീനാരായണ ഗുരുജയന്തി ഘോഷയാത്ര. മുൻപിൽ ചെണ്ടമേളവും ഏറ്റവും പിറകിൽ ബാൻഡുമേളവുമായി ഘോഷയാത്ര വരുന്നത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അക്കാലത്ത് പള്ളിപ്പെരുന്നാളുകൾക്കല്ലാതെ മറ്റൊരവസരത്തിലും പെരുമ്പളത്ത് ബാൻഡ് മേളം പതിവില്ല. അതെപ്പോഴും കേൾക്കാൻ പോകാൻ കഴിയാറുമില്ല. അതുകൊണ്ട് ചതയ ദിന ഘോഷയാത്ര കാണാൻ കാത്തിരിക്കും. ഓണത്തിന്റെ ദിവസങ്ങൾ കുറച്ച് സ്വാതന്ത്ര്യത്തിന്റെയും കൂടിയാണ്. കൂടുതൽ സമയം കളിക്കാൻ പോകാം, കളികൾ കാണാൻ പോകാം. ഓണക്കാലത്തിനോടനുബന്ധിച്ച് പണ്ട് മറ്റൊന്നു കൂടിയുണ്ട്. വട്ടക്കളി എന്ന് പെരുമ്പളത്തുകാർ വിളിച്ചിരുന്ന കൈകൊട്ടിക്കളി, പിന്നെ കോൽക്കളി. ഇപ്പോ സദാനന്ദൻ ചേട്ടന്റെ വീടിരിക്കുന്ന പറമ്പിലാണ് അന്ന് കോൽക്കളി നടക്കുക. പുരുഷന്മാരുടേത് മാത്രമായിരുന്നു കോൽക്കളി. ദിലീപേട്ടൻ, പ്രഭു ചേട്ടൻ, ദാസൻ ചേട്ടൻ, ശശി ചേട്ടൻ എല്ലാവരും കളിക്കാരുടെ കൂട്ടത്തിലാണ്. ചെല്ലപ്പൻ ചേട്ടൻ ചെണ്ട കൊട്ടും. പാട്ടുപാടുക SAP എന്ന് വിളിക്കുന്ന SA പുരുഷോത്തമൻ ചേട്ടനാണ്. പോകല്ലേ സുഗ്രീവനോട് പോകല്ലേ പൊരുതുവാനായി, ചാകല്ലേ നീ എന്നെ വെടിഞ്ഞിടൊല്ലേ വൃഥാ ഭവാൻ, പിന്തുണയായി അവൻ ഒരു ബന്ധുവുമുണ്ട് വിക്രമനായി എന്ന് SAP പാടിക്കൊടുക്കുന്നതും എല്ലാവരും അത് ഏറ്റുപാടുന്നതും ഇപ്പോഴും കാതിൽ മുഴങ്ങി നിൽക്കുന്നു. അന്ന് അത് എന്തിനെ കുറിച്ചാണ് പാടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാലും മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട് അതിന്റെ ഈണവും മോഡുലേഷനുമെല്ലാം. ഇന്ന് കഥകൾ അറിയാം, പക്ഷെ ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കാൻ മാർഗമില്ല. ഇനി ഒരിക്കൽ കൂടി അതൊരിക്കലും സംഭവിക്കില്ല. ഓണം അവധി തുടങ്ങുമ്പോൾ മുതൽ കൊച്ചു പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കൈകൊട്ടിക്കളിയും ഉണ്ടാകും.
ചേച്ചി ഡിഗ്രി ക്ലാസ്സിൽ സെക്കൻഡ് ലാംഗ്വേജായി പഠിച്ചിരുന്ന ഒരു കവിതാ പുസ്തകം ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ. അതിൽ ആനറാഞ്ചി പക്ഷി ഒരു കുട്ടിയെ തട്ടിയെടുത്ത് വളർത്തുന്നതും മനുഷ്യർ അത് കണ്ടെത്തി കുട്ടിയെ വീണ്ടെടുക്കുന്നതുമായ ഒരു കവിതയുണ്ട്. അമ്മയാണത് ചൊല്ലിത്തന്നത്. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം എന്ന് തുടങ്ങുന്ന കവിത. കുട്ടിയെ നഷ്ടമാകുമ്പോൾ തല്ലി തല്ലി കരയുന്ന ആനറാഞ്ചി പക്ഷിയുടെ കഥ ഒരു നൊമ്പരമായി മനസ്സിൽ കയറിയത് കൊണ്ട് അത് മുഴുവൻ കാണാപാഠമായിരുന്നു. പുരുഷൻ ചേട്ടൻ എന്നെ കൊണ്ടത് താളത്തിൽ പാടിച്ച് കൈകൊട്ടിക്കളിപ്പാട്ടാക്കി. പാട്ടുപാടി കൈകൊട്ടിക്കളിച്ചിരുന്ന ആ ബാല്യം, 9-10 വയസ്സിലെ ആ ലോകം എത്ര സുന്ദരമായിരുന്നു. ഒരു നിമിഷം അതെല്ലാം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. ഈ നിമിഷം മാത്രമാണ് ജീവിതമെന്ന് ആളുകൾ നുണ പറയുകയാണ്. ഈ നിമിഷം മാത്രം ജീവിക്കുമ്പോഴും ചില നിമിഷങ്ങൾ ശുദ്ധശൂന്യമായി തോന്നുന്നില്ലേ? സജീവമായ ഒരിടം പോലും നമ്മെ വിഹ്വലരാക്കുന്നില്ലേ? ആഹ്ലാദാരവങ്ങൾക്കിടയിലായിരിക്കുമ്പോൾ പോലും എങ്ങോട്ടെന്നില്ലാതെ നോക്കി നിശ്ചലരായി പോകുന്നില്ലേ? ആ ശൂന്യതയെ നിലവുകൾ കൊണ്ട് നിറഞ്ഞതാക്കുക. ഒരു കുഞ്ഞുടുപ്പിട്ട് പാറിയ മാധുര്യമേറിയ ബാല്യകാലം, ഒരു വാത്സല്യ തലോടലിന്റെ സാന്ത്വനം കണ്ണു നനച്ച നിമിഷം, ഒരു കണ്ണേറിൽ ഗൂഢമായി ആഹ്ലാദിച്ച നിമിഷം, സ്വന്തം നേട്ടത്തിൽ അഭിമാനത്തോടെ പുഞ്ചിരിച്ച ദിവസം. ഓണം, വിഷു, ക്രിസ്മസ് ആഘോഷം എന്തുമാകട്ടെ, സുന്ദരമായ നിമിഷങ്ങൾ എന്നും ഓർമ്മയിൽ കരുതുക. ഓർമ്മയുടെ ചിരാതുകൾ സദാ ജ്വലിപ്പിച്ചു നിർത്തുക. പക്ഷെ സൂക്ഷിക്കുക, ആവശ്യമില്ലാത്തവ എന്നേക്കും കെടുത്തിക്കളയുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവളുടെ 2ാം വർഷത്തെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് അവസാനിക്കുന്നത്. ഇനി സെപ്റ്റംബർ 16, 2024 അവൾ എന്താ എഴുതിയിരിക്കുന്നതെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അത് അവളുടെ അമ്മ മരിച്ചതിന് ശേഷമുള്ള അവളുടെ ഓണക്കുറിപ്പാണ്, ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പാണ്. വായിക്കാം. അമ്മയില്ലാത്ത ആദ്യ ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ് അമ്മ മരിച്ചത്. ഇക്കുറി ചിങ്ങത്തിൽ 2 തിരുവോണം ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യ തിരുവോണം ആഘോഷമായില്ല. അത് നന്നായി. ഓണമായിട്ട് അശ്രീ മരിച്ചല്ലോ എന്നാരും പറയാനിട വന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ വർഷവും തിരുവോണ ദിവസം അമ്മയുടെ ശ്രാദ്ധമാണ്. അത് നന്നായി. ജീവനുള്ള കാലത്തോളം അബദ്ധത്തിൽ പോലും മക്കൾ അത് മറക്കില്ല. കഴിഞ്ഞ വർഷവും അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഓണം എന്നത് ഇപ്പോൾ ആശ്വാസമായി തോന്നുന്നു. മറവിയുടെ അസ്ഥിതകൾ കൊണ്ട് ഊണ് കഴിക്കാൻ മടി കാണിച്ചിട്ടും അമ്മയ്ക്ക് വാരിക്കൊടുത്ത് കഴിപ്പിച്ചിട്ട് മാത്രം കഴിക്കാൻ തോന്നിയതും നന്നായി എന്ന് തോന്നുന്നു. ഇനിയൊരോണം ഉണ്ണാൻ അമ്മയില്ല. ഇനി ഒരോണവും പഴയതുപോലെ ആവുകയുമില്ല. പച്ച ബ്ലൗസും പച്ചക്കറിയുള്ള സെറ്റുമെടുത്ത് അമ്മ ഉണ്ണാനിരുന്നത് മായാതെ കണ്ണിലുണ്ട്. പക്ഷേ ഇത്തവണയും ഞങ്ങൾ ഓണത്തിന് സാധാരണ പോലെ തന്നെ സമൃദ്ധമായി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് അമ്മ കരുതി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഓണമില്ലാത്തത് കൊണ്ട് ചുമ്മാ ഒന്ന് തിരുവനന്തപുരത്ത് അനുജന്റെ അടുത്ത് പോയേക്കാം എന്നെനിക്ക് തോന്നേണ്ടിയിരുന്നില്ല. എന്റെ സഹപാഠികളും ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളുമായ ബിനി ദേവിക്കും അവളുടെ ഭർത്താവ് പ്രസാദിനും പ്രസാദിന്റെ അനുജൻ പ്രദീപിന്റെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ പോയേക്കാം എന്ന് തോന്നേണ്ടിയിരുന്നില്ല. മാത്രമല്ല തിരുവനന്തപുരത്തെത്തിയ എന്നെ പാലോട് നിന്ന് അവൾക്ക് വെറുതെ ഒന്ന് വിളിക്കാൻ തോന്നേണ്ട ഒരു കാര്യവുമില്ല. വിരുന്നു പോയവൾ തിരുവോണ ദിവസം എന്നെ അതിരാവിലെ വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നിട്ടും തിരുവനന്തപുരത്ത് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഓണമില്ലാത്ത എന്നോട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരൂ, ഊണ് ഇവിടെ നിന്ന് കഴിക്കാം, ഞാൻ നിങ്ങൾക്ക് കൂടി അരിയിടുകയാണ് എന്ന് പറയാൻ ബിനി ദേവിക്ക് തോന്നേണ്ടിയിരുന്നില്ല. ഏടത്തിയുടെയും ഏട്ടന്റെയും കൂട്ടുകാരിയെയും കുടുംബത്തെയും ഓണമുണ്ണാൻ ക്ഷണിക്കേണ്ട ഒരു കാര്യവും അവളുടെ അനുജൻ പ്രദീപിന് ഉണ്ടായിരുന്നില്ല. പ്രദീപിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഒരു പരിചയവുമില്ലാത്ത ഞങ്ങൾക്ക് ആതിഥ്യം അരുളേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എത്ര സൗഹാർദ്ദത്തോടെയാണ്
അവർ ഞങ്ങളെ സ്വീകരിച്ചതും രുചികരമായ ആഹാരം സന്തോഷത്തോടെയും കരുണയോടെയും വിളമ്പിത്തന്നതും. അങ്ങനെ ഇന്നലത്തെ ഓണം അതിൻ്റെ അപ്രതീക്ഷിതമായ സംഭവ്യത കൊണ്ട് ഒരിക്കലും മറക്കാത്ത ഒന്നായി മാറി. ഓണം അതിൻ്റെ യഥാർത്ഥമായ അർത്ഥവ്യാപ്തിയോടെ ജാതി മതഭേദമന്യേ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് എന്ന ബോധ്യപ്പെടൽ കൂടിയായി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനുജന്റെ മകന് ഒരു ആശങ്ക. അമ്മച്ചി മരിച്ചിട്ട് കുറച്ച് നാളുകളായതല്ലേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെയൊക്കെ ഓണസദ്യ കഴിക്കുന്നത് ശരിയാണോ? ദോഷമല്ലേ? ഞാൻ പറഞ്ഞു, മോൻ അങ്ങനെ വിഷമിക്കണ്ട, ഇത് അമ്മച്ചിയുടെ തീരുമാനമാണ് എന്ന് വിചാരിച്ചോളൂ. അതല്ലാതെ അമ്മയ്ക്ക് അതുകൊണ്ട് വിഷമം തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അമ്മമാർ ഒരിക്കലും ആ തരത്തിൽ സ്വാർത്ഥരല്ല, ജീവിച്ചിരിക്കുമ്പോൾ പോലും. പിന്നെ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അവർ എങ്ങനെയാണ് സ്വാർത്ഥരാവുക? എത്രയോ ആളുകൾക്ക്, പരിചയക്കാർക്ക്, അയൽവക്കക്കാർക്ക്, ബന്ധുക്കൾക്കൊക്കെ സന്തോഷത്തോടെ വെച്ചു വിളമ്പിയ, വീട്ടിലെത്തുന്ന കാക്കയ്ക്കും കുയിലിനും ആമയ്ക്കും ഉറുമ്പിനും വരെ ആഹാരം നൽകിയ അമ്മയുടെ പുണ്യമാണ് ഞങ്ങൾക്ക് മീതെ പെയ്ത് നിറഞ്ഞത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നിരുന്നാലും അതിൻ്റെ നിമിത്തമായത് വിനീദേവിയുടെയും പ്രസാദിന്റെയും അവരുടെ അനുജൻ പ്രദീപിന്റെ ഭാര്യ വീട്ടുകാരുടെയും നന്മയാണ്. സോക്രട്ടീസ് പറഞ്ഞ വാചകങ്ങൾ വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴും നല്ല മനുഷ്യന് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല. അവരുടെ നന്മയിൽ ദൈവങ്ങൾ ഉദാസീനരുമല്ല. എൻ്റെ സുഹൃത്തുക്കൾ എന്നും ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒത്തിരി കാലം ജീവിക്കാൻ ഇടവരട്ടെ. ഇങ്ങനെ മനോഹരമായ ഒരു ആശംസ കൂടി നേർന്നുകൊണ്ടാണ് മഞ്ജുബാലയുടെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ അവസാനിക്കുന്നത്. ഇതോടെ എൻ്റെ വായനയും ഇവിടെ പൂർണ്ണമാവുന്നു. മനോഹരമായ ഈ വരികളിലൂടെ അങ്ങ് പോകുമ്പോൾ ഞാനും എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് അറിയാതെ ഒന്നും മടങ്ങിപ്പോയി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും കാണാം. നന്ദി.